വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഏതൊരു വ്യക്തിയുടെയും ജീവിതകാലത്ത് അവന് നല്ല സമയവും ചീത്ത സമയവും ഉണ്ടാകും. നല്ല നില മാത്രം ഒരു വ്യക്തിക്ക് ഉണ്ടാകില്ല. ജീവിതത്തിൽ എല്ലാവരും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അവൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ദോഷങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ ചെയ്താൽ അവൻ്റെ കഷ്ടകാല സമയത്തെ കഠിനതയെ കുറഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി ജീവിതമാക്കി മാറ്റാൻ സഹായിക്കും. പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തി ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാത്തിനും ആശ്രയം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ദൈവം തന്നെയാണ്. വെറുതെ ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു വഴിപാടോ ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീരുകയില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്താണോ പ്രശ്നം, എന്താണോ നമ്മളുടെ ദോഷം, എന്താണോ നമ്മൾ അനുഭവിക്കേണ്ട ദോഷം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ പരിഹാരത്തിനായി മുന്നോട്ട് പോകാൻ. ഈശ്വരൻ സാക്ഷി, ഓരോ മനുഷ്യരുടെയും ജീവിതം എന്നും ഒരു നല്ല കാലം കൊണ്ടാണ്, ഒരു കഷ്ടകാലം കൊണ്ടാണ് പകുതിയാവുന്നത്. ആരുടെയും ജീവിതം മുഴുവൻ കാലവും സുഖം നിറഞ്ഞതായിരിക്കുകയില്ല. നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് വ്യക്തിയുടെ പ്രശ്നങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശാന്തി തേടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ജീവിതം മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കഷ്ടതയുടെ തീവ്രതകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ദോഷങ്ങളുണ്ട്. കുടുംബകലഹം, സാമ്പത്തിക നാശം, കഠിനമായ നേരിടേണ്ടത് ഒറ്റപ്പെടുന്നതുമായ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ദോഷപരിഹാരങ്ങളാകാം. ചിലപ്പോൾ അത് പൂർവ്വജന്മ സംസ്കാരങ്ങളിലോ ശാപഫലങ്ങളിലോ ദോഷഫലങ്ങളോ വരാം. അതാത് ദോഷങ്ങൾ മനസ്സിലാക്കി അതാത് പരിഹാരങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് മാറ്റം വരുന്നത്. പൂജ, ഹോമം, നവജപം, ദൈവസ്മരണം ഇവയെല്ലാം വെറുതെയല്ല, ആത്മാർത്ഥതയാണ് ഇതിൻ്റെ ശക്തി. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടകാലം ചെറുതാകുന്നതാണ്. മറിച്ച് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുമൊക്കെ അവൻ്റെ നക്ഷത്രങ്ങളുടെ സൂചന നൽകാറുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ദൈവം സാക്ഷിയായി ശാന്തമായ മനസ്സോടുകൂടെ അതിനായി ചിട്ടയുള്ള ശ്രമം നടത്തി തുടങ്ങുമ്പോഴാണ് ജീവിതം നല്ല ദിശയിലേക്ക് തുടങ്ങുന്നത്. പ്രശ്നങ്ങളെ ദൈവ സഹായത്തോടെ നേരിടാനും അതിനുള്ള ശക്തിയുമാണ് നമുക്ക് കിട്ടുന്നത്. ജീവിതം എപ്പോഴും ഒരു പരീക്ഷയാണ്. അതിന് ദൈവമാണ് ഗുരു, പ്രാർത്ഥനയാണ് ഏക മാർഗം.